അങ്ങനെ ഞാൻ എത്തി. എവിടെ എത്തി? എന്റെ വീടെത്തി. ഞാൻ മനസ്സിലായി, എനിക്ക് ബോറടിച്ചാലോ വീട്ടിൽ വരാൻ തോന്നി കഴിഞ്ഞാലോ ഞാൻ അപ്പോൾ പെർമനന്റ് ആയിട്ട് വന്നതല്ല കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. വീഡിയോ കണ്ടപ്പോഴാണ് ആലോചിച്ചത്, കഴിഞ്ഞ തവണ ഞാൻ വീട്ടിലോട്ട് വരുമ്പോൾ ഇതേ സാധനം ഇട്ടുകൊണ്ടാണ് വന്നത്. തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പൊ എവിടെ പോവാണെങ്കിൽ ഇതന്നെയാണ് വേഷം. വൈകിപ്പിക്കാതെ പോയിന്റിലോട്ട് വരാം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ബുക്കും ബാഗും കൊടയൊക്കെ വാങ്ങുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സാധനവും കൂടെ ഉണ്ട്. എന്താ ആ സാധനം? വേറൊന്നുമല്ല, വാച്ചസ് ആണ്. ഓരോ പീരീഡിന്റെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ടാവും. സമയം എത്രയായി? തീരാറായ? ബെല്ലടിക്കാൻ എത്ര നേരമുണ്ട്? ലഞ്ച് ബ്രേക്ക് ആവാറായോ? അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ ഒരു ആംഗിൾ ആലോചിക്കുമ്പോൾ ബുക്സ് പോലെ ഇമ്പോർട്ടന്റ് അല്ലേ വാച്ചസും? കമന്റ് ബോക്സിൽ അഫോർഡബിൾ എന്നുള്ള വാക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കമന്റ്സ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ വാച്ചസും ഏകദേശം 200 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇതേ വാച്ചിനകത്ത് ഞാൻ. അപ്പൊ ഇത് മുൻപ് കാണിച്ച വാച്ചും സ്ട്രാപ്പ് വാച്ചസ് ആണ്. പക്ഷെ ഇത് ലെതർ ഒന്നും അല്ല, റബ്ബർ മിക്സ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ കാണാൻ ലെതർ സ്ട്രാപ്പ് പോലെ തന്നെ. ആൻഡ് ഈ രണ്ടെണ്ണമാണ് ഞാൻ അവൈറ്റ് ചെയ്തിരുന്ന സാധനം. ഇടയിൽ ഞാനൊരു ഞെട്ടലും ഞെട്ടി. അതെന്താന്ന് പറയാം. ഈ ഒരു ബ്രാൻഡിൽ നിന്ന് എനിക്ക് 2 പെട്ടിയായിരുന്നു കിട്ടിയത്. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കോംബോ വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 300 രൂപയ്ക്ക് 2 വാച്ച് കിട്ടുന്ന സെറ്റപ്പ്. അതിലെ ഒരു വാച്ചാണ് ദാ ഈ ഒരു വാച്ച്. ടൈറ്റൻ ഡ്രാഗാസിന്റെ ഒരു റേഞ്ച് ഇല്ലേ, അതിൽ കാണുന്ന വാച്ചസ് പോലെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത പെട്ടിയിൽ ഈ കോംബോന്റെ കൂടെ തന്നെ വരുന്ന അടുത്ത വാച്ച് ആയിരിക്കും. പക്ഷെ തെറ്റി. തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഉള്ളിൽ 2 വാച്ച്. ഞാനിങ്ങനെ എന്നുള്ള അവസ്ഥയിലായിപ്പോയി. ആക്ച്വലി സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് മൊത്തം 4 വാച്ച് വാങ്ങിച്ചു. ഈ 4 വാച്ചിൽ ഒരു വാച്ച് കോംബോ വാച്ചാണ്, അതായത് 2 വാച്ച്. മൊത്തത്തിൽ കണക്കെടുത്ത് വരുമ്പോൾ 5 വാച്ചസ് ഉണ്ട്. ഒരു വാച്ച് പ്രതീക്ഷ തുറന്ന് ഞാൻ 2 വാച്ച് കണ്ടപ്പോൾ ഞെട്ടി. ഈ കാണിക്കാൻ പോകുന്ന വയലറ്റ് വാച്ചും പിന്നെ നേരത്തെ കാണിച്ച ആ രാഗ പോലത്തെ വാച്ച് പറഞ്ഞില്ലേ, ഇത് 2 കൂടെയാണ് 300 രൂപയ്ക്ക് കിട്ടിയത്. ഞാൻ ഇത്രയും കാലം വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു അൺബോക്സിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഇതിന്റെ ചെയിൻ ഒരു വൃത്തിയില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ആക്ച്വലി അതൊരു പ്ലാസ്റ്റിക് റാപ്പ് ആയിരുന്നു. എല്ലാ വാച്ചും എടുത്ത് ഞാൻ വാച്ച് കട തുടങ്ങാൻ പോവാണോന്നൊന്നും ചോദിക്കരുത്. അതൊന്നുമല്ല, എല്ലാം കൂടി ഞാൻ ഗീവ് അവേയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് ലിങ്ക് കൊടുക്കാം.